ഹായ് എവരിബഡി. തെറ്റിപ്പിരിഞ്ഞ് സെക്രട്ടേറിയറ്റിൽ നിന്ന് അടിച്ച് ഫയലും ശ്രീലതയുടെ ബാഗും റോഡിലിറങ്ങിയ ആൾ സമരത്തിൻ്റെ മുന്നോടിയായിട്ട് അതിൻ്റെ ആലോചനയുമായി ബന്ധപ്പെട്ട് കരിവള്ളൂരിലെ ചരിത്ര ഗ്രാമത്തിൽ മലപ്പുറത്ത് നിന്നും എത്തിയിട്ടുണ്ട്. അതായത് പ്രേമ മേഡം നമ്മളെ മുഖ്യമന്ത്രിൻ്റെ വകുപ്പിൽ ജോലി ചെയ്ത് സെക്ഷൽ ഹരാസ്മെൻറ്റ് നേരിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലിരുന്ന ആളാണ്. ഇനി അവർ സംസാരിക്കും. ഓക്കെ. ഞാൻ എൻ്റെ നാടായ മലപ്പുറം ജില്ലയിൽ നിന്ന് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ കരിവള്ളൂർ എന്ന ഗ്രാമത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി രണ്ടാം ഘട്ട സെക്രട്ടേറിയറ്റ് സമരമാണ് ലക്ഷ്യം. ഞങ്ങളെ ആരൊക്കെയാണോ ഞങ്ങളെ ജോലി സ്ഥലത്ത് വെച്ച് പീഡിപ്പിച്ചിട്ടുള്ളത് അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നത്. ഇവിടെ വന്ന് പ്ലാൻ ചെയ്ത് നല്ലൊരു സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ രണ്ടാം ഘട്ട സമരത്തിന് മുന്നോട്ട് പോകാനാണ് യഥാർത്ഥ തീരുമാനം. അതിനു വേണ്ട എവിഡൻസ് എല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ആദ്യഘട്ട സമരത്തിന് ശേഷം എന്നെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. വിചാരണ, ഔദ്യോഗികമായ വിചാരണ. ആദ്യം ഒന്ന് വിളിച്ചു, അത് ഞാൻ പോയില്ല. രണ്ടാമത് വിളിച്ചിട്ടുണ്ട്. അതവർ പേടിച്ചിട്ടാണോ എന്നറിയില്ല. ഏതായാലും ഈ വിചാരണയെ എനിക്ക് നേരിടേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ ഓഫീസറാണ് തെറ്റ് ചെയ്തത്. എൻ്റെ ഓഫീസറും നിയമനാധികാരിയും ഒക്കെ ഗൂഢാലോചന നടത്തി അവരോരോ എഴുത്തുകൾ തന്ന് എന്നെ അവർ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊല്ലാനാണ് ഇനി എന്നെ വിളിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഞാൻ തെറ്റ് ചെയ്യാതെ ഞാൻ കോടതിയെ സമീപിച്ചിരിക്കുന്ന സമയത്ത്, ഞാൻ ട്രിബ്യൂണലിനെ സമീപിച്ചിരിക്കുന്ന സമയത്ത്, ഞാൻ സമരം ചെയ്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തിരിക്കുന്ന സമയത്ത്, രണ്ടാം ഘട്ട സമരത്തിൽ രൂപീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അവരുടെ കയ്യും കാലും പിടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കുക ചെയ്യും. അതിനുള്ള നടപടികൾ തുടരുക തന്നെ ചെയ്യും. ഏതായാലും കരിവള്ളൂർ ഗ്രാമപഞ്ചായത്തിലിരുന്ന് കരിവള്ളൂർ ഗ്രാമപഞ്ചായത്തിലുള്ള എൻ്റെ സുഹൃത്തായ ടീച്ചറുടെ വീട്ടിൽ വന്നുകൊണ്ട് ഞാൻ ഒരു പദ്ധതി തയ്യാറാക്കുകയാണ്. രണ്ടാം ഘട്ട വേണ്ടി വന്നാൽ നമ്മൾ പ്രതിപക്ഷത്തിൻ്റെ സഹായവും തേടും. വേണ്ടി വന്നാൽ ഞങ്ങൾ എല്ലാ പാർട്ടിക്കാരുടെ സഹായവും തേടും. CPM ഒഴിച്ച് CPM, NGO യൂണിയൻ, KGOA ഇവരെ നിലക്ക് നിർത്താൻ പറ്റുമോ? പക്ഷെ പ്രേമ, എൻ്റെ പാർട്ടി CPM ആണല്ലോ. നിന്റെ പാർട്ടിയോ? എനിക്ക് പാർട്ടിയില്ല. പാർട്ടിയില്ല ആണോ? എന്റെ അച്ഛൻ CPM ആയിരുന്നു. ആണോ? എന്റെ ആങ്ങള ഇപ്പോഴും CPM ആണ്. അയ്യോ, ആങ്ങളുടെ മോൻ ബാലജന സഖ്യത്തിൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആണോ? കേരളം മൊത്തം വേനൽ തുമ്പികൾ അറിയപ്പെടുന്ന ഒരാൾ. ഞാൻ ബാലസംഘത്തില് പൂത്തുമ്പിയിൽ തുടങ്ങിയതാ. എന്റെ വീട്ടുകാരൊക്കെ CPM ആണ്. ആണോ? ഞാൻ സെക്രട്ടേറിയറ്റിലും CPM കാരിയായിരുന്നു. എന്റെ അമ്മ 50 വർഷമായിട്ട് CPM. സെക്രട്ടേറിയറ്റിൽ 5 വർഷം നിന്നപ്പോഴും CPM. പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഈ മെമ്പർഷിപ്പ് എടുക്കുന്നില്ല? എന്നെ എന്തിനു ദ്രോഹിക്കുന്നു? ഞാൻ 22 വർഷമായിട്ട് മെമ്പർഷിപ്പ് എടുത്താള്. കഥയാണ്. ഞാൻ സെക്രട്ടേറിയറ്റിൽ മെമ്പർഷിപ്പ് ആയിരുന്നു. അല്ല, ഞാന് ലാസ്റ്റ് എൻ്റെ പാർട്ടീനെ വിട്ടിട്ട് പുറത്തൊരു പാർട്ടീനെ ഡിപ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ 10 ദിവസം ഒറ്റയ്ക്ക് ഇരുന്നത്. ഇനിയിപ്പം വേണ്ടി വന്നാൽ അത് തേടണം അല്ലേ? വേണ്ടി വന്നാൽ നമുക്ക് പ്രതിപക്ഷം മാപ്രകള് വേണമെന്നൊന്നുമില്ല. മാപ്രകൾ വേണ്ട, ജനങ്ങൾ മതി. എന്റെ യൂട്യൂബ് വഴി എനിക്ക് എത്രയോ ജനങ്ങള് മതി. സെക്രട്ടേറിയറ്റ് സമരത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. രണ്ടാം ഘട്ട സെക്രട്ടേറിയറ്റ് സമരത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. അതില് ജീവൻ ബലിയർപ്പിക്കാനും തയ്യാറാണ്. ചിലപ്പോ നിരാഹാരം എല്ലാം ഉണ്ടാവും. എല്ലാം അതിലുണ്ടാവും. അതിനോട് ചത്തുപോയാലും അന്തസ്സുണ്ട്. ഞാന് രോഗത്തിൽ നിന്നും ഏകദേശം മുക്തിയായി. ഇനി മഴ വരുന്നുണ്ട്. ഇനി മഴ നനഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ചിലപ്പോ ഇടിമിന്നൽ. പക്ഷെ വലിയ ആള് ഷീറ്റ് കെട്ടാൻ വിടും. ഞങ്ങളെ വിടൂലല്ലോ. നമ്മളെ വിടൂല. നമ്മള് ജോലിക്കാർ. നമുക്ക് ഗ്യാസ് പറ്റൂല, ഷീറ്റ് പറ്റൂല, ബെഡ് പറ്റൂല, കട്ടില് പറ്റൂല, മൈക്ക് പറ്റൂല. പക്ഷെ തിരുവനന്തപുരത്തെ പോലീസുകാർ വളരെ സ്നേഹമുള്ളവരും വളരെ നീറ്റുമാണ്. ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് കിട്ടിയ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ളതിനേക്കാളും കൂടുതൽ സുരക്ഷിതത്വം ഒരു സ്ത്രീ എന്ന നിലയിൽ വളരെ മാന്യമായിട്ട് കൈകാര്യം ചെയ്തു. കണ്ടോൺമെന്റ് പോലീസ്, കണ്ടോൺമെന്റ് CI, ഇന്റലിജൻസ്, സ്പെഷ്യൽ ബ്രാഞ്ച്, എല്ലാവരും വേണ്ട വിധത്തിൽ കണ്ടോൺമെന്റ് CIയും SIയും അയ്യോ
സാധാരണ കോൺസ്റ്റബിൾമാര്, സിവിൽ പോലീസ് ഓഫീസേഴ്സ് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി 2 പോലീസുമാര് രാവും പകലും നമുക്കൊരു മൺതരിന്റെ പ്രയാസമില്ല. കടിച്ച് ഉറക്കം തൂങ്ങി കഷ്ടപ്പെട്ട് ഞങ്ങളെ നോക്കിയിരുന്നു. ഞങ്ങളെ അവിടെ എത്തിച്ചത് അവരോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. ഈ ഉദ്യോഗസ്ഥരോട് എന്നും ഞങ്ങൾ കടപ്പെട്ട് നമ്മളവിടെ എത്തിച്ചത് CPM-ന്റെ NGO യൂണിയന്റെയും KGO-ന്റെയും ഗുണ്ടകളാണ്. ഞങ്ങളെ തെരുവിൽ കിടത്തി, ജീവനക്കാരികളെ തെരുവിൽ കിടത്തി. അവസാനം 2 സ്ത്രീകൾ ഒരുമിച്ചിരുന്നപ്പോ ഒരാളെ മറ്റേ ആളെ ആക്രമിച്ചു എന്ന് പറഞ്ഞു വരുത്തി കണ്ണൂര്. ആക്രമിച്ചു, അറസ്റ്റ് ചെയ്തു, ഇതൊക്കെയാണ് പറഞ്ഞു വരുത്തി. ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനിതാ കരുവള്ളൂർ എത്തിക്കഴിഞ്ഞു. 2ാം ഘട്ട പ്ലാനിങ്ങിന് വേണ്ടിയാണ് എത്തിയിട്ടുള്ളത്. ഞങ്ങളെ ആരൊക്കെയാണോ ദ്രോഹിച്ചത് അവരെല്ലാം നിയമത്തിന് മുന്നിൽ വരിക തന്നെ ചെയ്യും. എല്ലാം ഊഹിച്ച് പ്ലാൻ ചെയ്ത് തെമ്മടിത്തരം ചെയ്യുന്നു. അതായത് ഇവർ ഊഹിച്ച് നടപ്പിലാക്കുന്നു. തെറ്റി, അടിച്ചു, ഇടിച്ചു, എൻ്റെ പായും ബക്കറ്റും എടുത്ത് കളഞ്ഞു, എൻ്റെ ഗുളിക റോഡിലിട്ടു. അറിഞ്ഞില്ലേ? അപ്പം നമുക്ക് മുന്നോട്ട് 2ാം ഘട്ട പായും ബക്കറ്റും ഒക്കെ നമ്മളിപ്പോ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. എന്നും മേണിക്കും. നമുക്ക് പൊതുജനങ്ങളെ സഹായമുണ്ട്. ആരൊക്കെ ചോദിക്കുന്നുണ്ട് സഹായം വേണോ, നിങ്ങൾ നീതി കണ്ടെത്തണം എന്ന് പറയുന്നുണ്ട്. സഹായം വേണോ, നമുക്ക് അവിടെ ബന്ധുക്കളും ഉണ്ട് സഹായിക്കാൻ. എന്നോടിപ്പോ പലരും ചോദിക്കുന്നു എന്തുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞില്ല വരുമ്പെന്ന്. സത്യം പറഞ്ഞാൽ മുടവന്മകൾ എൻ്റെ ബ്രദർ ഉണ്ട്. വട്ടിയൂർക്കാവ്, മഞ്ചാടിമൂട് ഒക്കെ ഞങ്ങൾക്ക് കുടുംബക്കാരുണ്ട്. വേണ്ടി വന്നാൽ അവരുടെ സഹായം കിട്ടും. ഞങ്ങൾ എന്ത് ചെയ്യാം, ഞങ്ങൾ ജീവനക്കാരല്ലേ, ആരെയും ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ പോയി ഇരുന്ന് ആരെയും പ്രയാസപ്പെടുത്താതെ നീതിക്ക് വേണ്ടി സർക്കാരിനോട് യാചിക്കുകയാണ്. കന്റോൺമെന്റ് സ്റ്റേഷന്റെ സഹായത്തോടു കൂടി കന്റോൺമെന്റ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥലമായതുകൊണ്ട് അവരുടെ ഫുൾ പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇനി 2ാം ഘട്ട സമരത്തിനും ഞങ്ങൾ പൂർണ്ണ ആരോഗ്യവതികളായിട്ട് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോകാൻ പോവുകയാണ്. ഇനി അസുഖം വന്നാൽ അതിനെ നേരിടാനും, മഴ വന്നാൽ നേരിടാനും, ചിലപ്പോൾ ഇടിമിന്നലൊക്കെ എന്തെങ്കിലും സംഭവിച്ചു എന്നൊക്കെ വരും. അതൊക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ്. എന്തായാലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ വനിതകളും ഞങ്ങളടുത്ത് എത്തിച്ചേരുന്ന വിധത്തിലുള്ളൊരു മുന്നേറ്റമായിരിക്കും അടുത്തത്. നിരാഹാരം മുതലുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കരിവള്ളൂർ എത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മളെ ലക്ഷ്യം കണ്ടിട്ടേ മടങ്ങൂട്ടാൻ. ഇത് നിയമത്തിന്റെ മുന്നിൽ ഈ തെറ്റ് ചെയ്തവർ, ഞാനും ടീച്ചറും വീട്ടിലിരിക്കാൻ ഇടയത്, പ്രത്യേകിച്ച് ലേഡീസ്, 2 ആൾക്കും ഭർത്താക്കന്മാരില്ല, ഇങ്ങനെയുള്ള ലേഡീസിനെ ഇതേ രീതിയിൽ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും പീഡിപ്പിച്ച് ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിച്ച്, തെരുവിലെത്തിച്ച് അവർ മുഴുക്കെ നിയമത്തിൻ്റെ മുന്നിൽ വരിക തന്നെ ചെയ്യും. അവരെ നിയമത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുക തന്നെ ചെയ്യും.